ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല എണ്ണയിലിട്ട് നല്ല മൊരിഞ്ഞൊരു ചായക്കടി. അത് 2 പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട വെച്ചിട്ട് 2 പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ അകമൊക്കെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഈ കപ്പിനനുസരിച്ച് 2 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില അത് കുറച്ച് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അത് ഇച്ചിരി കൂടുതൽ ഇട്ടോളൂ. ചെറുതായിട്ട് അരിഞ്ഞിടണം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കടലമാവുണ്ടല്ലോ അത് 1 കപ്പ് കടലമാവ് എടുക്കുക. പിന്നെ 2 ടീസ്പൂണ് കോൺഫ്ലോർ ഉണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതിയാവും കേട്ടോ. നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല ഉണ്ടല്ലോ, ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് സ്പൂൺ വെച്ചുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിൽ, ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല, നല്ലൊരു പരുവമുണ്ട് കേട്ടോ. ആ പരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വെള്ളം കൂടി പോയാൽ ഒന്നിനും കൊള്ളില്ല. കൂടുവാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ കടലമാവ് ചേർത്തിട്ട് ഇങ്ങനെ കുഴഞ്ഞ പരുവമുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. വെള്ളം കൂടിയാലും കടലമാവ് ഒന്നുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനിയും വേണ്ടത് 2 കോഴിമുട്ട. അത് നേരത്തെ പുഴുങ്ങി വെച്ചതാണ്. അപ്പോൾ ആ കോഴിമുട്ട എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ അത് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. എന്നാൽ കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ആ ഒരു കടലമാവിൻ്റെ ആ മിക്സിലോട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരുപാട് കുഞ്ഞായി എടുക്കാതെ ഒരു മീഡിയം ഒരു വലുപ്പത്തിൽ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ 2 മുട്ട ഞാൻ നല്ല രീതിയിൽ അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കൈകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ കൈകൊണ്ട് തന്നെ ഒരു ചെറിയ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ ഇതും റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. 2 മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെ വീട്ടിലും മുട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റിലൂടെ വന്ന് പറയണം കേട്ടോ. ഇങ്ങനെ എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എണ്ണ അതിൽ ആ സ്നാക്കിൽ പിടിക്കത്തില്ല. അതേസമയം നമ്മൾ ഫ്രൈ പാനിൽ ചുമ്മാ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് എണ്ണ പിടിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കുമ്പം ഒരുപാട് നമ്മളെ എണ്ണ അതിൽ പിടിക്കില്ല കേട്ടോ. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും രണ്ടാമത് കൈകൊണ്ട് തന്നെ പിന്നെയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈവനിങ് സ്നാക്ക് കുട്ടികൾക്ക് എത്രയും ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും ഹെൽത്തി ആയിട്ട് കൊടുക്കണം. മൈദയൊന്നും ആരും ആക്കാതെ മൈദയും നല്ല സ്വീറ്റും ഷുഗറും ഒന്നും കുഞ്ഞുങ്ങൾക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി അല്ലേ? കുറച്ച് കടലമാവും 2 മുട്ട പുഴുങ്ങിയതും വെച്ചിട്ട് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പിന്നെ ഇതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അകമൊക്കെ നല്ലതായിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.